रब्बुल इज़्ज़त हमको एक दिन के लिए खुशी के दिन अल्लाह रब्बुल इज़्ज़त ने हमको अता फरमाया. ഇന്നത്തെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ രൂപം കുറേ വർഷങ്ങളായിട്ട് നാട്ടിൽ പെരുന്നാൾ നമസ്കാരം കൂടാത്തവരുണ്ടാവും. അൽഹംദുലില്ലാഹ് നമ്മുടെ നമസ്കാരം ഷാഫി മദ്ഹബ് അനുസരിച്ചായിരിക്കും നമസ്കരിക്കുന്നത്. അതായത് 2 റക്അത്ത് നമസ്കാരം, 2 റക്അത്ത് സുന്നത്തായ ചെറിയ പെരുന്നാളിൻ്റെ 2 റക്അത്ത് സുന്നത്തായ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടുക. അതിനുശേഷം സനാ ഓതുക. വജ്ജഹത്തു പൂർണ്ണമായിട്ട് ഓതിയിട്ടില്ലെങ്കിലും ചെറിയ രൂപത്തിൽ വജ്ജഹത്തു ഏതെങ്കിലും ഒന്ന് ചെറിയൊരു രൂപത്തിൽ. അതിനുശേഷം 7 പ്രാവശ്യം കൈ അഴിച്ചു കെട്ടുന്നതാണ്. ഓരോ അഴിച്ചു കെട്ടുന്നതിൻ്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയും. അതിനുശേഷം സാധാരണ പോലെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്ത് ഏതെങ്കിലും ചെറിയ സൂറത്ത് ഓതി റുക്കൂ ചെയ്യും. ഒരു റക്അത്ത് പൂർണ്ണമായതിനു ശേഷം എഴുന്നേറ്റ് നിന്നതിന് ശേഷം വീണ്ടും കൈ അഴിച്ചുകെട്ടും 5 വട്ടം. ഓരോ അഴിച്ചുകെട്ടുന്നതിൻ്റെ ഇടയിലും 5 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയും. പിന്നെ സാധാരണ പോലെ നമസ്കാരം പൂർത്തീകരിക്കും. സാധാരണ ജുമായിൽ നിന്നും വിഭിന്നമായി ജുമാ നമസ്കാരങ്ങൾക്ക് ഖുതുബ കഴിഞ്ഞതിന് ശേഷമാണ് നമസ്കാരം. ഇവിടെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഷാഅല്ലാഹ് ഖുതുബ. ഇനി അഥവാ ഇമാമിന് തക്ബീറത്തുൽ ഇഹ്റാം തക്ബീറത്ത് 7 തക്ബീർ മറന്നുപോയി, അതിന്റെ പേരിൽ സഹവ് സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അബആദ് സുന്നത്തിന്റെ പേരിലാണ് സഹവിന്റെ സുജൂദ് ഉള്ളത്. ഇനി അത് മറന്നുപോയി എന്ന് വെച്ചിട്ടും ആരും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി ഇമാം ഫാത്തിഹയിലേക്ക് കടന്ന് തിരിച്ചു വന്നു വീണ്ടും തക്ബീർ കെട്ടിയെന്ന് വിചാരിച്ചിട്ടും നമസ്കാരം ബാത്തിലാകാനൊന്നും പോകുന്നില്ല, അനുവദനീയമാണ്. हमारे वो जमात हनफी मसलक में वाजिब है, नमाज तो वाजिब है, सुन्नत आप लोगों को वाजिब है. वाजिब वो 2 रकात की नमाज, जैसे ही यहाँ नमाज पढ़ेगा पहले 7 तकबीरतें होती हैं. 7 तकबीरतें पहले 7 तकबीरतें होती हैं. ونشهد أن محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه وبارك وسلم. أما بعد، قال رسول الله صلى الله عليه وسلم: زكاة الفطر زكاة للصائم لغو ورفث وطعمة للمساكين، أو كما قال عليه الصلاة والسلام. وقال تعالى: إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون، ولذكر الله أكبر. اللهم اغفر للمؤمنين والمؤمنات آمين والمسلمين والمسلمات. اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت وقنا ربنا شر ما قضيت. الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر. لا إله إلا الله